സ്വീഡൻ വേഴ്സസ് നെതർലാൻഡ് 5-1 സ്വീഡനെ കീഴടക്കിക്കൊണ്ട് നെതർലാൻഡ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ സ്കോർ കാണുമ്പോൾ നിങ്ങളൊരു കളി കാണാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു വൺ സൈഡ് ഗെയിമാണ് ഇതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു പോകും. പക്ഷേ തെറ്റു പറയാനില്ല, കാരണം 5-1 സ്കോർ. പക്ഷേ മത്സരത്തിൻ്റെ ടെമ്പർ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. ഇവിടുന്ന് സ്വീഡൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് നെതർലാൻഡ്സ് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു അറ്റാക്കിംഗ് മത്സരമായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. സ്വീഡൻ്റെ ഷോട്ടുകൾ പലതും ഡിഫൻസും കീപ്പർമാരും ഒക്കെ തട്ടി അകറ്റിയപ്പോൾ നെതർലാൻഡ്സ് കിട്ടിയ അറ്റാക്കുകളൊക്കെ കൃത്യമായിട്ട് അത് ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു 5-1 എന്ന സ്കോറിലേക്ക്, ആ ഒരു വിജയത്തിലേക്ക് അവരെ നയിച്ചത്. സ്വീഡനെ സംബന്ധിച്ച് അവരും ഗംഭീരമായിട്ടാണ് ആ മത്സരത്തിൽ കളിച്ചത്. ഒരുപാട് അവസരങ്ങൾ സ്വീഡന് തുറന്നെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പക്ഷേ നെതർലാൻഡ്സിൻ്റെ ഡിഫൻസിൻ്റെ പെർഫോമൻസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കൃത്യമായിട്ട് അവർ ഡിഫൻസ് ഒരുക്കി. കീപ്പറും അതുപോലെ കീപ്പറിൻ്റെ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കീപ്പറും ഡിഫൻസും ചേർന്നാണ് ആ അറ്റാക്കുകളൊക്കെ തടയിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു 1-ൽ ഒതുങ്ങിപ്പോയത് സ്വീഡനെ സംബന്ധിച്ച്. അവരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഡെത്ത് ഗ്രൂപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിൽ ജപ്പാനുണ്ട്, ടുണീഷ്യയുണ്ട്, സ്വീഡനുണ്ട്, നെതർലാൻഡ്സ് ഉണ്ട്. ആദ്യ മത്സരം ജപ്പാനും നെതർലാൻഡ്സുമായിരുന്നു. ആ മത്സരം ഒരു 2-2 ഡ്രോയിലാണ് ആ മത്സരം അവസാനിച്ചത്. ഇവർ തമ്മിലുള്ളതാണെങ്കിലോ ടുണീഷ്യയും സ്വീഡനും തമ്മിലുള്ള മത്സരമാണെങ്കിൽ 5-1 ടുണീഷ്യയെ സ്വീഡൻ കീഴടക്കിയിരിക്കുന്നത്. ആ അതേ നാണയത്തിലാണ് നെതർലാൻഡ്സ് ഇവിടെ സ്വീഡനെ കീഴടക്കിയിട്ടുള്ളത്. 5-1 അതേ സ്കോറിൽ ലൈൻ തന്നെ ഇവിടെ നെതർലാൻഡ്സ് കീഴടക്കുന്നു. നെതർലാൻഡ്സ് ഫേവറേറ്റുകളായിട്ടാണ് ഈ വേൾഡ് കപ്പിലേക്ക് കടന്നു വരുന്നത്. കാരണം ഈ വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീമാണ് എന്ന് വരെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പത്തെ വേൾഡ് കപ്പിലൊക്കെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്ത ആ വ്യക്തി നെതർലാൻഡ്സാണ് 2026 വേൾഡ് കപ്പ് നേടാൻ പോകുന്നത് എന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാകുമെന്നറിയില്ല. പക്ഷേ അതിനെ ശരിവെക്കുന്ന പ്രകടനമാണ് നെതർലാൻഡ്സ് ഈ 2 മത്സരത്തിലും കാഴ്ചവെച്ചിട്ടുള്ളത്. ജപ്പാനെ സമനിലയിൽ തളച്ച ആ മത്സരത്തിലാണെങ്കിൽ കൂടി മികച്ച രീതിയിൽ അറ്റാക്കുകൾ നടത്തിയിരുന്നു. അതിന് മറു അറ്റാക്ക് ജപ്പാൻ കൊണ്ടുവന്നത് മാത്രമാണ് ആ മത്സരം ഒരു സമനിലയിലേക്ക് കൊണ്ടെത്തിയത്. ഇനി സ്വീഡനെതിരെയാണെങ്കിലും അവർ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിരുന്നത്. നെതർലാൻഡ്സിനെ സംബന്ധിച്ച് അവർ ഒരുപാട് തവണ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ വേൾഡ് കപ്പ് എന്ന ആ സ്വപ്നത്തിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. യോഹാൻ ക്രൈഫും വാൻ ബാസ്റ്റനും ഗുലിറ്റും റൈക്കാർഡും തുടങ്ങി ഒട്ടനവധി ഇതിഹാസങ്ങൾ കടന്നു വന്ന മണ്ണാണ് നെതർലാൻഡ്സ്. ആ നാട്ടുകാർക്ക് ഒരു വേൾഡ് കപ്പിൽ ഒരു ചരിത്രം തീർക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവർ 1974, 1978, അതുപോലെ തന്നെ 2010 അങ്ങനെ മൂന്ന് വർഷങ്ങളിലാണ് അവർ ആ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ എത്തിയിരിക്കുന്നത്. സെമി വരെ എത്തിയ കണക്കുകൾ വേറെയുണ്ട്. ഫൈനലിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഫൈനൽ വരെ എത്തിയിട്ടുള്ളത്. ആ ഫൈനലൊക്കെ അവർ ആ ഫൈനൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 74, 78 തുടർച്ചയായിട്ട് 2 വർഷങ്ങളിൽ അവർ ഫൈനൽ വരെ എത്തുന്നുണ്ട്. ആ 2 വർഷങ്ങളിലും അവർ പരാജയപ്പെട്ടു പോകുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു നെതർലാൻഡ്സ് ആരാധകനെ സംബന്ധിച്ച് അത് എങ്ങനെയായിരിക്കും അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇത്രയും പ്രഗത്ഭരായ ഇതിഹാസങ്ങൾ കടന്നു വന്ന നാടാണെങ്കിൽ കൂടി അവർക്ക് വേൾഡ് കപ്പിൽ വലിയ ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും വേൾഡ് കപ്പ് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷവും അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീമുകളിൽ ഒന്നാണ് നെതർലാൻഡ്സ്. അടുത്ത മത്സരം നെതർലാൻഡ്സും ടുണീഷ്യയുമാണ്. ആ മത്സരം ഡെഫിനറ്റ്ലി നെതർലാൻഡ്സിനായിരിക്കും നല്ലൊരു റിസൾട്ട് സമ്മാനിക്കാൻ സാധിക്കുക. എന്തായാലും എങ്ങനെയായിരിക്കും കാണാം.